മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ മലപ്പുറം പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര. നവ പൊന്മുണ്ടം നിർമ്മിതി യാത്ര എന്ന പേരിലാണ് പദയാത്ര സംഘടിപ്പിച്ചത്. മണ്ഡലം കമ്മിറ്റിയാണ് പദയാത്ര നടത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ രണ്ട് പാർട്ടികളും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പഞ്ചായത്താണ് പൊന്മുണ്ടം എന്ന പ്രത്യേകതയുമുണ്ട്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, സംസ്ഥാന തലത്തിലുള്ള മുന്നണി സംവിധാനത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി മാറുന്നുണ്ടോ? കാരണം ഇതൊരു പ്രാദേശിക തർക്കത്തിന് അപ്പുറത്തേക്ക് വ്യാപ്തിയുണ്ടോ? മുൻകാലങ്ങളിലും മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ പല മേഖലകളിലും കോൺഗ്രസും ലീഗും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് നേരത്തെ പരിഹാരം ഉണ്ടാക്കിയിരുന്നല്ലോ. ഇതെന്താണ് ഈ പൊന്മുണ്ടത്ത് സംഭവിക്കുന്നത്? സജിത്ത്, കാലങ്ങളായിട്ട് ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിക്കുന്ന ഒരു പഞ്ചായത്താണ് പൊന്മുണ്ടം. ഇത് താനൂർ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പഞ്ചായത്താണ്. ഇക്കുറിയും സമാനമായ രീതിയിൽ തന്നെ പരസ്പരം മത്സരിക്കുമെന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ, പ്രശ്നപരിഹാരത്തിനുള്ള ചർച്ചകൾ ഇന്നലെയും അവസാന ഘട്ട ശ്രമം നടന്നിരുന്നു. പക്ഷേ ഒന്നും തന്നെ ഫലം കാണുന്ന സാഹചര്യമായിരുന്നില്ല. ഈ ഘട്ടത്തിലാണിപ്പോൾ പൊന്മുണ്ടത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നവനിർമ്മിതി യാത്ര നടക്കുന്നത്. ലീഗ് ഭരണത്തിനെതിരായിട്ടുള്ള ഒരു ജനസന്ദേശ യാത്ര എന്ന തരത്തിലാണ് അവരുടെ ഈ ഒരു പ്രതിഷേധ യാത്ര നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെ ഇടതുപക്ഷവുമായി കൈകോർത്ത് ഒരു ജനകീയ മുന്നണിയും ലീഗിനെതിരെ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് ഇവിടെ ലീഗിനെതിരെ കോൺഗ്രസും CPM-ഉം ഒന്നിച്ച് പോരാടുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വതന്ത്ര ചിഹ്നത്തിലായിരിക്കും ഇവിടെ ഈ ജനകീയ സമിതിയുടെ സ്ഥാനാർത്ഥികളെല്ലാം ലീഗിനെതിരെ ഒരുമിച്ച് മത്സരിക്കുക എന്നാണ് അറിയാനാകുന്നത്. ഇന്നോ നാളെയോ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളും തുടങ്ങുമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ലീഗിൻ്റെ ആധിപത്യം ജില്ലയിൽ പലയിടത്തും അവർക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ല എന്ന ഒരു പരാതി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. പൊന്മുണ്ടത്തിന് സമാനമായി നന്നമ്പ്രയിലും അതുപോലെ വിവിധ ഇടങ്ങളിലും ചർച്ചകൾ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും പരിഹരിച്ചെങ്കിലും പൊന്മുണ്ടത്തേത് പ്രശ്നപരിഹാരം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഈ ഘട്ടത്തിലാണിപ്പോൾ പരസ്യമായിട്ട് തന്നെ ലീഗിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗ് കോൺഗ്രസ് പോരാട്ടമാകും പൊന്മുണ്ടത്ത് നടക്കുക. ലീഗിനെതിരെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ കൈകോർക്കുന്ന ഒരു സാഹചര്യമാണ് പൊന്മുണ്ടത്ത് നിലവിലുള്ളത്. സജിത്ത്, ഇത് സംസ്ഥാന തലത്തിലേക്ക് ഈ പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും നീക്കം ഉണ്ടാവുന്നുണ്ടോ? കാരണം മുന്നണി സംവിധാനത്തിന്റെ പൊതുവായി ബാധിക്കുന്ന വിഷയമായി ഇത് മാറിയിട്ടുണ്ടോ അനുമോദ്? പൊന്മുണ്ടത്തിനപ്പുറം മറ്റു പഞ്ചായത്തുകളിലേക്ക് ഇത് ബാധിക്കാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? പൊന്മുണ്ടത്തിന് പുറമേക്ക് പെരുമണ്ണ പോലെ പൊന്മുണ്ടത്തിനടുത്തുള്ള പഞ്ചായത്ത് നന്നമ്പ്ര, പെരുമണ്ണ തുടങ്ങിയ പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഒരു പോരിലേക്ക്, പരസ്യമായ ഒരു പോരിലേക്ക് വന്നിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. അതിനു പുറമെ പലയിടത്തും ലീഗ് കോൺഗ്രസ് സീറ്റ് വീതം വെപ്പിലും വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പുതിയതായിട്ട് വന്ന സീറ്റുകൾ ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ അതിനെ ലീഗ് പലയിടത്തും അംഗീകരിക്കാത്തതാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കാനുള്ള ഒരു കാരണം. പൊന്മുണ്ടത്തിൽ തന്നെ ഈ സമവായത്തിലേക്ക് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് 9 സീറ്റാണ്. കഴിഞ്ഞ തവണ പരസ്പരം മത്സരിച്ചപ്പോൾ 12-4 എന്ന നിലയിലായിരുന്നു ലീഗും കോൺഗ്രസും ഉണ്ടായിരുന്നത്. അപ്പോൾ ശക്തിക്കൊത്തുള്ള സീറ്റ് തരാൻ കഴിയൂ എന്ന് കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ നിലപാട് കോൺഗ്രസ് അംഗീകരിച്ചില്ല. തുടർന്നാണ് അവർ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം തുടരുന്ന ഒരവസ്ഥ ഇവിടെ നിലവിൽ വന്നത്. ഇവിടുത്തെ മറ്റൊരു സാഹചര്യം കൂടി പറയേണ്ടതുണ്ട്. മുൻപ് മന്ത്രി V. അബ്ദുറഹ്മാൻ കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിന്നവരാണ് ഇവിടെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗമുള്ളത്. 2015 പൊന്മുണ്ടം കോൺഗ്രസ് എന്ന പേരിൽ മറ്റൊരു വിഭാഗം അവിടെ ലീഗിനെതിരെ മത്സരിക്കുകയും ജനകീയ മുന്നണിയായി മത്സരിക്കുകയും ചെയ്തു. പിന്നീട് പൊന്മുണ്ടം കോൺഗ്രസിനെ കോൺഗ്രസിലേക്ക് ലയിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ കഴിഞ്ഞ തവണയും ഈ CPM-ഉമായി കൈകോർത്ത് ഒരു ജനകീയ മുന്നണി ഉണ്ടായില്ലെങ്കിൽ പോലും കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ജനകീയ മുന്നണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ, അത് ഈ ഒരു താനൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലവേദനയായിട്ട് UDF-ന് മാറുന്നതും ഇത്തരത്തിലുള്ള ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം അല്ലെങ്കിൽ V. അബ്ദുറഹ്മാന്റെ നിയന്ത്രണത്തിലേക്ക് മാറുന്നു എന്നുള്ള സാഹചര്യമാണ് ഉള്ളത്. താനൂർ മണ്ഡലത്തിന് പുറമെ മറ്റ് മണ്ഡലങ്ങളിൽ ഇത് ചെറിയ തോതിലുള്ള 1-2 സീറ്റുകളിലേക്കുള്ള തർക്കം മാത്രമായി നിലനിൽക്കുമ്പോൾ പൊന്മുണ്ടത്തേത് ഒരു പഞ്ചായത്ത് മുഴുവൻ ഒരു മുന്നണിക്ക് തലവേദനയാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സജിത്ത്, പൊന്മുണ്ടത്ത് അസാധാരണ പ്രതിസന്ധി UDF-നകത്ത്, അത് പ്രാദേശിക തർക്കത്തിനപ്പുറത്തേക്ക് ഇത് വളരുമോ എന്നതാണ് സാഹചര്യം. എന്തായാലും അവിടുത്തെ ലീഗിന് നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയാണ് കോൺഗ്രസ് പദയാത്ര.